സർ, അലഹാബാദ് ഹൈക്കോടതി വിധി പെൺകുട്ടിയുടെ മാറടത്തിൽ സ്പർശിക്കുന്നതും പൈജാമയുടെ വള്ളി പൊട്ടിക്കുന്നതും കാൽമുട്ട് വലിച്ചഴിക്കുന്നതും എല്ലാം ബലാത്സംഗ ശ്രമ കുറ്റമല്ല എന്ന് പറയുന്നതിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഈ വിധി ഇത് ആദ്യത്തേതാണ് എന്നുള്ള നിലക്ക് നമ്മൾ ചർച്ച ചെയ്യരുത്. ഞാനിപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങളൊന്നും നിരത്തുന്നില്ല. ഒരു ഉന്നത കുലജാതൻ എന്നൊക്കെ വിളിക്കാവുന്ന അല്ലെങ്കിൽ ഒരു ഉയർന്ന ജാതിയിലൊക്കെ ജനിച്ചു വീണ ആളുകൾക്ക് ഇതിനു മുമ്പും നമ്മുടെ നോർത്ത് ഇന്ത്യൻ കോടതികളിൽ നിന്ന് അവരുടെ ഭാവി അല്ലെങ്കിൽ അവരുടെ ഭാവി ജീവിത അവതാളത്തിലാകും എന്നൊക്കെ പറഞ്ഞ് നിരവധി കേസുകളിൽ ഈ ബലാത്സംഗ കേസിൽ നിന്നൊക്കെ വിടുതൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞെട്ടിക്കുന്നതോ ആദ്യത്തേതായ സംഭവമല്ല. പക്ഷേ 21-ാം നൂറ്റാണ്ടിലും ഇത് നിലനിൽക്കുന്നു നമ്മുടെ രാജ്യത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ വിധിയിൽ പറഞ്ഞേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഇത് ബലാത്സംഗമല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് ബലാത്സംഗ ശ്രമമോ അല്ല എന്നാണ് പറഞ്ഞേക്കണത്. ഒരു പെൺകുട്ടിയുടെ മാറിടത്തിൽ സ്പർശിക്കുന്നതോ പൈജാമയുടെ ഇത് വലിച്ചു പൊട്ടിക്കുന്നതോ ഒന്നും ബലാത്സംഗ ശ്രമമോ അല്ല. ഇത് നമ്മൾ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. കാരണം ഇത് ഒരു കോടതി വിധിയിൽ നിന്ന് അബദ്ധത്തിൽ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് എന്ന് നിങ്ങളാരും വിചാരിച്ച് കളയരുത്. അതിൻ്റെ പ്രശ്നം ഈ നമ്മുടെ ഒരു നീതിന്യായ വ്യവസ്ഥയിൽ മുഴുവൻ പിടിമുറുക്കിയിരിക്കുന്നത് ഒരു സവർണ ഹിന്ദുത്വ ആളുകളാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഈ വിധി പ്രഖ്യാപിച്ചേക്കുന്നത് തന്നെ, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, അവിടുത്തെ ഉത്തർപ്രദേശിലെ ഏറ്റവും മുന്തിയ 1-2% എന്ന ബ്രാഹ്മണരിൽ പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത് എന്തു ആയിക്കോട്ടെ. അപ്പോൾ അത്തരത്തിലുള്ള അവരുടെ ബോധമെന്ന് പറയുന്നത് ബേസിക്കലി ഞങ്ങൾക്ക് ഇത്തരത്തിൽ ഈ പറയുന്ന താഴ്ന്ന ജാതിയിലെ അല്ലെങ്കിൽ കീഴാള വ്യവസ്ഥയിലൊക്കെ ജീവിക്കുന്ന കീഴാളരായിട്ടുള്ള ആളുകളോട് ഇത്തരത്തിലുള്ള പെരുമാറ്റമൊക്കെ ചെയ്യാം എന്ന് പറയുന്ന ഒരു ധാരണയിൽ നിന്ന് കൂടിയാണ് ഇത് വിധി വന്നേക്കുന്നത്. അല്ലാതെ ഇപ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ പല അത്ഭുതങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഗവർണർക്കും രാഷ്ട്രപതിക്കുമെതിരെ വാറണ്ട് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള മജിസ്ട്രേറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. 40,000 രൂപ കൈക്കൂലി മേടിച്ച് ഏതാണ്ട് കഴിച്ചൊക്കെ അത്യാവശ്യം പുള്ളി എന്തൊക്കെയോ കഴിച്ച് അത്യാവശ്യം ഫിറ്റായിരിക്കുന്ന സമയത്താണ് ഇത് ഒപ്പിട്ട് കൊടുക്കുന്നത്. ഇത് ഒപ്പിട്ട് മേടിച്ച് നോക്കുക ഒരു ജേർണലിസ്റ്റാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അത്തരത്തിൽ വാറണ്ടിന് ഇന്ത്യൻ പ്രസിഡന്റിന് അങ്ങനെ ഒരു വാറണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പുറപ്പെടുവിക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ കാണുന്നത് ഇതിൽ ഏതാനും ചില പുഴുക്കുത്തുകൾ ഉണ്ട് എന്നുള്ള നിലക്ക് മാത്രം കണ്ടാൽ മതി. പക്ഷെ ഇപ്പോൾ കാണേണ്ട 2 പ്രശ്നങ്ങളുണ്ട്. അത് നമ്മുടെ ഈ പറയുന്ന നീതിന്യായ വ്യവസ്ഥകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു വലിയ ഉന്നതമായിട്ടുള്ള ജാതിയിൽ ജനിച്ച ആളുകളുടെ ഒരു പിടി വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ സൂറത്തിൽ നിന്നുള്ള ഒരു കോടതിയാണ് രാഹുൽ ഗാന്ധിയെ 2 കൊല്ലത്തേക്ക് ശിക്ഷിച്ചത്. ഈ 2 കൊല്ലം ശിക്ഷിക്കുമ്പോഴുള്ള പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ? 2 കൊല്ലം ശിക്ഷിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 2 കൊല്ലത്തിൽ 1 ദിവസം കുറച്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം എന്ത് ചെയ്യില്ല, യോഗ്യത കൽപ്പിക്കപ്പെടില്ല. പക്ഷേ ആ 2 കൊല്ലം തന്നെ ശിക്ഷിച്ചതിൻ്റെ കാരണം ആ MP സ്ഥാനം പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. അതിന് പെട്ടെന്ന് തന്നെ അടുത്ത നടപടികൾ എടുത്തു. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, അധികാരത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ത്വര ഇന്ത്യൻ ജുഡീഷ്യറിയിൽ കൂടി വരുന്നതിന് നമ്മൾ കൃത്യമായി കാണണം. ഒന്ന്. രണ്ടാമത്തത്, ഈ പറയുന്ന സ്ത്രീകളോടും മറ്റുള്ള ആളുകളോടും മറ്റു മതസ്ഥരോടുമുള്ള പലപ്പോഴുമുള്ള ഈ പറയുന്ന സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട അന്യവൽക്കരിക്കപ്പെട്ട ആളുകളെ ഇവരെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കർണാടകത്തിലെ ഒരു ജഡ്ജിയാണല്ലോ ഒരു പ്രദേശത്തെ തന്നെ പാകിസ്ഥാൻ എന്ന് എന്ത് ചെയ്ത് അഭിസംബോധന ചെയ്തത്. മനസ്സിലായോ? വലിയ തോതിലുള്ള വിമർശനങ്ങൾ നടത്തിയത് ഒരു നമ്മുടെ ഏതാ പറയുക, ഒരു സംഘടനയുടെ, അതായത് മറ്റേ ഒരു ഹിന്ദുത്വ സംഘടനകളുടെ ഒരു യോഗത്തിൽ ചെന്ന് അദ്ദേഹം പ്രസംഗിക്കുകയും ഈ പറയുന്ന ഇറച്ചിയും അതുപോലെ മുറിക്കുന്നതും ഒക്കെ കണ്ടു വളരുന്ന കുട്ടികൾ, അതായത് മറ്റൊരു മതത്തിലുള്ള ആളുകൾ, അവർ ഹിംസാത്മകളായി അവർ ഹിംസയോട് താല്പര്യമുള്ളവരായി മാറും എന്ന് പറയുന്ന പ്രസംഗം നടത്തിയൊക്കെ നമ്മളെടുത്ത് ജഡ്ജികളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യൻ ജുഡീഷ്യറിക്കകത്ത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതിനെ സുപ്രീം കോടതിയും ഇന്ത്യ ഗവൺമെൻറ്റും ഒക്കെ കൃത്യമായി അഡ്രസ്സ് ചെയ്യണം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് നമ്മുടെ ഇവിടെയുള്ള ഇപ്പോൾ ഇൻകം ടാക്സ് പോലെയുള്ള അല്ലെങ്കിൽ കസ്റ്റംസ് പോലെയുള്ള മറ്റ് വിഭാഗങ്ങളടക്കം ജുഡീഷ്യറി അടക്കമുള്ള വിഭാഗങ്ങളിലെല്ലാം തന്നെ ഇവരുടെ പ്രാതിനിധ്യമോ അല്ലെങ്കിൽ ഇവരുടെ ഏറ്റവും മുകളിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു മേധാവിത്വമോ ഒക്കെ വളരെ കൂടുതലാണ്. യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത്, ജാതി സെൻസസ് ഇവിടെ നടപ്പിലാക്കുകയും ആ ജാതി സെൻസസിനകത്ത് വെച്ചിട്ട് എത്രത്തോളം ആളുകൾ ഈ പറയുന്ന നമ്മുടെ താഴ്ന്ന ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും അതുപോലെ ഈഴവ കമ്മ്യൂണിറ്റിയും നായർ കമ്മ്യൂണിറ്റിയും അടക്കമുള്ള നിരവധി ആളുകൾ, അവർക്കെല്ലാം എത്രത്തോളം റെപ്രസെൻറ്റേഷൻ ഉണ്ട് ഇത്തരം വിഭാഗങ്ങളിൽ എന്നുള്ളൊരു കണക്ക് വരേണ്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ
പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ പറഞ്ഞായിരുന്നു, അതായത് മറ്റേ നമ്മുടെ നിർമ്മലാ സീതാരാമൻ ഹൽവ വെക്കുന്നൊരു ചടങ്ങുണ്ട് ബഡ്ജറ്റിന് മുമ്പ്. ആ ചടങ്ങിൽ ഒരാൾ പോലും ഒരു താഴ്ന്ന ജാതിക്കാരൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എന്ത് ചെയ്തു പറഞ്ഞു. ഇനി ഇത് പോട്ടെ, 90ഓളം വരുന്ന ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറിമാരിൽ, കേന്ദ്ര ഗവൺമെൻറ് സെക്രട്ടറിമാരിൽ 3 പേർ മാത്രമാണ് താഴ്ന്ന ജാതിയിൽ നിന്നുള്ളത് എന്ന് എന്ത് ചെയ്തു പറഞ്ഞു. അപ്പം നിങ്ങളുടെ റെപ്രസെൻറ്റേഷൻ ഈ സ്ഥലങ്ങളിൽ കൂട്ടാതെ അല്ലെങ്കിൽ കൂടാതെ യാതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള മനോഭാവങ്ങൾക്ക് വ്യത്യാസമുണ്ടാവില്ല. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരുപാട് പുരോഗമനങ്ങളിലൂടെ ഒരുപാട് ജസ്റ്റിസ് ആയിട്ടുള്ള സാമൂഹികമായിട്ടുള്ള നീതിയൊക്കെ ഉറപ്പുവരുത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അപ്പോഴും ഇതൊന്നും പൂർണ്ണതയിലെത്തിയിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കണ്ടത്. അതിൻ്റെ ഏറ്റവും പ്രകടമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വിധിയിൽ പറഞ്ഞേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള താഴേക്കിടയിലുള്ള ആളുകളോട് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ കാണിക്കാം എന്ന് പറയുന്ന ഒരു വിധിയായിട്ട് മാത്രമേ ഇതിനെ സാധാരണക്കാരായിട്ടുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയൂ. അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദുക്കളെല്ലാവരും ഒന്നാണ് എന്ന് പറയുന്ന സ്ഥലത്ത് പോലും അതല്ല എന്ന് പറയുന്നൊരു ചിന്തയിലേക്ക് ഇവർ മാറുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ഹത്രാസിൽ എന്താണ് സംഭവിച്ചത്? മറ്റ് നിരവധി സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള വലിയ പീഡന ശ്രമങ്ങൾ അല്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട്. ആ സംഭവങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട കാലം അതിക്രമിച്ചു. നമ്മുടെ ജുഡീഷ്യറിക്കകത്ത് പോലും, അതായത് സാധാരണക്കാരൻ്റെ ഏറ്റവും ഒടുവിലത്തെ അത്താണിയായിട്ടുള്ള ജുഡീഷ്യറിക്കകത്ത് പോലും ഇതാണ് സ്ഥിതിയെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്തായിരിക്കും നമ്മൾ ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സുപ്രീം കോടതിയൊക്കെ ഇതിൻ്റെ പുറത്ത് ഇപ്പോൾ കർശനമായ നടപടികൾ എടുക്കുകയും ഈ വിധിയെക്കുറിച്ച് തന്നെ റിപ്പോർട്ട് വിളിച്ചു വരുത്തുകയും ഇതിൻ്റെ പുറത്ത് നടപടികൾ എടുക്കുകയും ചെയ്യണമെന്നാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന അവഗണിക്കപ്പെട്ട ആളുകൾ വീണ്ടും അവഗണിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ ഇത് സുപ്രീം കോടതിയോ കോടതികളോ മാത്രം വിചാരിച്ചാൽ തീർക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇതൊരു വലിയ സാമൂഹ്യ നീതിയുടെ പ്രശ്നമാണ്. ഇത്രയും നാളും അന്യവൽക്കരിക്കപ്പെട്ട താഴേക്കിടയിലായി പോയ ഇന്ത്യയിലെ സമൂഹത്തിലെ വിഭവങ്ങൾ കൃത്യമായി കിട്ടാതെ പോയ ആളുകളുടെ തലക്കിട്ടടിക്കുന്ന ഒരു പണി കൂടിയാണ് ഈ വിധിയിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. നിങ്ങൾ ഇപ്പോൾ ഇദ്ദേഹം തന്നെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലെ ആളുകളാണ്. 1%, 2% വന്ന് ഉത്തർപ്രദേശിൽ വലിയ തോതിൽ ഭരണം കൈയാളുന്ന ആളുകളാണ്. ഇതൊക്കെ ആദ്യമായിട്ടല്ല സംഭവിക്കുന്നത്. ഇപ്പോൾ ഇനി ഒരു കാര്യം കൂടി എക്സാമ്പിൾ പറയാം നിങ്ങളോട്. നമ്മുടെ കായിക താരങ്ങൾ റോട്ടിൽ കിടന്ന് അവരുടെ മെഡലുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് യമനിൽ ഒഴുക്കിക്കൊണ്ടൊക്കെ സമരം നടത്താൻ പോയല്ലോ. ആരായിരുന്നു പ്രതി? ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ന് പറയുന്ന ഒരാളായിരുന്നു. എന്താണ് അയാൾക്കെതിരെ നടപടിയെടുക്കാഞ്ഞത്? അയാൾക്കെതിരെ നടപടിയെടുക്കാഞ്ഞത് ഒരൊറ്റ കാര്യം കൊണ്ടാണ്. ഉത്തർപ്രദേശിലെ ബ്രാഹ്മണവൽക്കരിക്കപ്പെട്ട BJP നേതൃത്വത്തിന് അത് ഇഷ്ടപ്പെടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഒന്ന്. രണ്ടാമത്തത്, ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ നാട്ടിലെ പാവങ്ങളെ ഇവർ പറ്റിക്കുന്നത് എങ്ങനെയാണ്. അതായത് 20ഓളം വരുന്ന MP പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ പോലും അയാൾക്ക് സ്വാധീനമുണ്ട്. 100ലധികം വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇപ്പോഴും ഈ അടിമകളെ പോലെ ചെന്ന് പഠിക്കാനും ഇവർക്കൊക്കെ പണം കൊടുക്കാനും ഇവരെ സമ്പന്നരാക്കാനും പോകുന്ന 70-75% വരുന്ന നേരത്തെ പറഞ്ഞ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ SC/STകളും ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും ഒക്കെ ഉണ്ട്. ഇവരിപ്പോഴും കൺസോളിഡേറ്റഡ് വോട്ട് ബാങ്ക് അല്ലാത്തത് കൊണ്ടാണ് ഇവർക്ക് എന്ത് ചെയ്യേണ്ടത്, ഒരു നീതി കിട്ടാത്തത്. അത് തന്നെയാണ് എത്ര ഉന്നതരായാലും കിട്ടുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഡൽഹിയിലെ തെരുവുകളിൽ വന്ന് മറ്റേ ബജ്രംഗ് പുനിയടക്കം നിരവധി താരങ്ങൾ വന്ന്, നമ്മുടെ അഭിമാനമായ താരങ്ങൾ വന്ന് സമരം നടത്തിയിട്ട് പോലും ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ മാറ്റാതിരുന്നു. ഇനി ഏറ്റവും വലിയ തമാശ പറയാം, ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ കഴിഞ്ഞോടെ BJP സീറ്റ് കൊടുത്തില്ല കേട്ടോ. വലിയൊരു ഔദാര്യം കാണിച്ചു. പക്ഷേ ആർക്കാ സീറ്റ് കൊടുത്തതെന്നറിയോ? അദ്ദേഹത്തിൻ്റെ മകന് സീറ്റ് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള തരികിടകൾ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല. പക്ഷേ ജുഡീഷ്യറിയിൽ നിന്നുണ്ടാകുന്നത് നമ്മളെ ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. സുപ്രീം കോടതി അടിയന്തരമായി തീരുമാനമെടുക്കേണ്ടതാണ്. ഇതിനൊറ്റ പരിഹാരമെന്ന് പറയുന്നത് കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ അതർ ബാക്ക്വേർഡ് ക്ലാസസിനെയും അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റിനെയും ഷെഡ്യൂൾഡ് ട്രൈബിനെയും ഗോത്രവർഗ്ഗക്കാരെയും ഒക്കെ ബോധവൽക്കരിക്കുകയും അവരെ കൃത്യമായ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് ഞങ്ങളും മനുഷ്യരെ പോലെ എല്ലാവർക്കുമുള്ള റൈറ്റ് ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾ ആരുടെയും ഈ പറയുന്ന പോലെ പൈജാമ അഴിക്കുമ്പോൾ അഴിച്ചോട്ടെ എന്ന് നിന്നു കൊടുക്കുന്നവരായി മാറാൻ കഴിയില്ല എന്നുള്ള വലിയ സ്വാധീന ശക്തിയായി മാറും. ആ പേടി കൊണ്ടാണ് ജാതി സെൻസസ് അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കാമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞാലും ഇവിടെ നടപ്പാക്കാത്തത്. കാരണം വലിയൊരു സത്യം പുറത്തേക്ക് വരും. ഇത്രയും നാളും വേണ്ടത്ര പരിഗണന കിട്ടിയിട്ടില്ല. ഞാൻ നേരത്തെ നമ്മുടെ ഈ ചാനലിൽ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഈഴവർക്കോ അല്ലെങ്കിൽ നായർക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പരിഗണന ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിനൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബീഹാറിൽ പഠിച്ചാൽ, നമ്മൾ നേരെ ഉത്തർപ്രദേശിൽ പഠിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോവും.
ഓക്കെ, അപ്പോൾ അത്തരം സ്ഥലങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള പരിഗണനകൾ കിട്ടാറില്ല. ആ കിട്ടാത്തതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ് ഈ കോടതി വിധിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതൊരു സവർണ ബോധത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്നേക്കണ വിധിയാണ് എന്നുള്ളതറിയാം. ഒരു കോടതി വിധിയെ നമുക്ക് വിമർശിക്കാം, ജഡ്ജിയെ വിമർശിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. ജഡ്ജിയെ വിമർശിച്ചാൽ അത് കോടതിയലക്ഷ്യമാകുമെന്നുള്ളത് കൊണ്ടും അവന് ഉത്തർപ്രദേശ് വരെ ഒരു കേസിന് പോകാനുള്ള തൽക്കാലം കാശൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല, അത് പോകുന്നില്ല. അതല്ലായിരുന്നുവെങ്കിൽ ഈ ജഡ്ജിയെക്കുറിച്ച് കൂടി നമ്മൾ കൃത്യമായി പഠിച്ചാൽ പല കാര്യങ്ങളും മനസ്സിലാവും.